നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു PYQ ഡിസ്കഷൻ സെഷനാണ്, അതായത് STO എക്സാമായിട്ട് ബന്ധപ്പെട്ട PYQ സെഷനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ അക്കൗണ്ടിങ് ഏരിയയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statements are true in respect of cash book? Okay, question നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കുക. Which of the following statements are true in respect of cash book? ക്യാഷ് ബുക്ക് ആയിട്ട് ബന്ധപ്പെട്ട് താഴെ 3 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഓക്കെ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഈസ് പ്രിപ്പയർഡ് അണ്ടർ impressed system. Second statement, contra entries will appear in double column cash book. Third statement, 3 column cash book will contain 3 amount column, that is cash, bank and discount. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ക്യാഷ് ബുക്കിൽ നമ്മൾ ക്യാഷ് റെസീപ്റ്റും ക്യാഷ് പേയ്മെന്റും ആണ് റെക്കോർഡ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ സിംഗിൾ കോളം ആയാലും ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണെങ്കിലും നമ്മൾ ക്യാഷ് റെസീപ്റ്റുകളും ക്യാഷ് പേയ്മെന്റുകളും ആണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം പെറ്റി ക്യാഷ് ബുക്ക് ആണ്. എന്താണ്? പെറ്റി ക്യാഷ് ബുക്ക് ആണ്. പെറ്റി ക്യാഷ് ബുക്ക് ആണ് ഇംപ്രസ്ഡ് സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താണ്? ഇംപ്രസ്ഡ് സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്യാഷ് ബുക്ക് ഏതാണ്? പെറ്റി ക്യാഷ് ബുക്ക് ആണ്, സിംഗിൾ കോളം ക്യാഷ് ബുക്ക് അല്ല. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടി വായിക്കാം. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഈസ് പ്രിപ്പയർഡ് അണ്ടർ ഇംപ്രസ്ഡ് സിസ്റ്റം. ഇംപ്രസ്ഡ് സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇംപ്രസ്ഡ് സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ക്യാഷ് ബുക്ക് ഏതാണ്? പെറ്റി ക്യാഷ് ബുക്ക് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, കോൺട്രാ എൻട്രീസ് വിൽ അപ്പിയർ ഇൻ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. നമുക്കറിയാം എന്താണ് കോൺട്രാ എൻട്രി. കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞാൽ ക്യാഷും ബാങ്കും ഒരേ ജേണൽ എൻട്രിയിൽ വരുന്നതാണ്, അല്ലേ? അതായത് ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ നിന്നും ക്യാഷ് വിഡ്രോൺ ചെയ്യുന്നു. അങ്ങനെയുള്ള എൻട്രീസ് ആണ് എന്ത്? കോൺട്രാ എൻട്രീസ് എന്ന് പറയുന്നത്. അപ്പൊ കോൺട്രാ എൻട്രീസ് നമ്മൾ എഴുതുന്നത് എവിടാണ്? ഡബിൾ കോളം ക്യാഷ് ബുക്കിലാണ്. കോൺട്രാ എൻട്രീസ് നമ്മൾ എഴുതുന്നത് ഡബിൾ കോളം ക്യാഷ് ബുക്കിലാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 3 എന്താണെന്ന് നോക്കാം. 3 കോളം ക്യാഷ് ബുക്ക് വിൽ കണ്ടെയ്ൻ 3 amount കോളം, ദാറ്റ് ഈസ് ക്യാഷ്, ബാങ്ക് ആൻഡ് ഡിസ്കൗണ്ട്. 3 കോളം ക്യാഷ് ബുക്കിൽ എത്ര എമൗണ്ട് കോളം ഉണ്ട്? 3 amount കോളം. ഏതൊക്കെയാണ്? ക്യാഷ്, ബാങ്ക്, ഡിസ്കൗണ്ട്. ഓക്കെ, അതും കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് തന്നേക്കുന്ന 3 സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? സ്റ്റേറ്റ്മെന്റ് 2ഉം സ്റ്റേറ്റ്മെന്റ് 3ഉം ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അതായത് സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2ഉം 3ഉം ആണ് എന്ത്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്യാഷ് ബുക്കായിട്ട് ബന്ധപ്പെട്ട് തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ്. ഓക്കെ, സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ നമുക്ക് ഓരോ എമൗണ്ട് കോളേ വരത്തുള്ളൂ. ഡബിൾ കോളം ക്യാഷ് ബുക്കിലാണ് കോൺട്രാ എൻട്രീസ് എഴുതുന്നത്. പെറ്റി ക്യാഷ് ബുക്ക് ആണ് ഇംപ്രസ്ഡ് സിസ്റ്റം വെച്ച് നമ്മൾ ഫോളോ ചെയ്യുന്നത്. 3 കോളം ക്യാഷ് ബുക്കിൽ 3 amount കോളം വരും, ക്യാഷിനും ബാങ്കിനും ഡിസ്കൗണ്ടിനും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ഫാക്ട്സിലേക്ക് ഒന്ന് പോവാം. സ്റ്റേറ്റ്മെന്റ് 1 എന്തായിരുന്നു? സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഈസ് പ്രിപ്പയർഡ് അണ്ടർ ഇംപ്രസ്ഡ് സിസ്റ്റം. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇംപ്രസ്ഡ് സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്നത് ഏതാണ്? പെറ്റി ക്യാഷ് ബുക്ക് ആണ്. പെറ്റി ക്യാഷ്യർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പെറ്റി ക്യാഷ് ബുക്ക് ആണ് ഇംപ്രസ്ഡ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. എ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് റെക്കോർഡ്സ് ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻ. സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ എന്ത് ട്രാൻസാക്ഷൻസ് മാത്രമാണ് എഴുതുന്നത്? ക്യാഷ് റെസീപ്റ്റും ക്യാഷ് പേയ്മെന്റ്സും ആണ്. ദ ഇംപ്രസ്ഡ് സിസ്റ്റം ഈസ് എ മെത്തേഡ് യൂസ്ഡ് ഫോർ മെയിൻറ്റെയിനിങ് എ പെറ്റി ക്യാഷ് ബുക്ക്, നോട്ട് എ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ഓക്കെ, ക്യാഷ് ബുക്ക് തന്നെ പലതരത്തിലുണ്ട്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഉണ്ട്, ഡബിൾ കോളം ഉണ്ട്, പെറ്റി ക്യാഷ് ബുക്ക് ഉണ്ട്. അപ്പൊ അതില് സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ നമ്മൾ ക്യാഷ് റെസീപ്റ്റുകളും ക്യാഷ് പേയ്മെന്റുകളും ആണ് എഴുതുന്നത്.
പെറ്റി ക്യാഷ് ബുക്ക് ഫോളോ ചെയ്യുന്ന സിസ്റ്റം ആണ് ഇത് ഇംപ്രസ്ഡ് സിസ്റ്റം. ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ക്യാഷിനും ബാങ്കിനും എമൗണ്ട് കോളം ഉണ്ടായിരിക്കും. കോൺട്രാ എൻട്രീസ് നമ്മൾ എഴുതുന്നത് എവിടാണ്? ഡബിൾ കോളം ക്യാഷ് ബുക്കിലാണ്. ഓക്കെ, ക്ലിയർ ആണ് ഫാക്ട്സുകൾ. സ്റ്റേറ്റ്മെന്റ് 2 എന്തായിരുന്നു? കോൺട്രാ എൻട്രീസ് വിൽ അപ്പിയർ ഇൻ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഓക്കെ, ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് നമുക്ക് പറയാം. കാരണം കോൺട്രാ എൻട്രീസ് നമ്മൾ എവിടാണ് എഴുതുന്നത്? ഡബിൾ കോളം ക്യാഷ് ബുക്കിലാണ് നമ്മൾ കോൺട്രാ എൻട്രീസ് എഴുതുന്നത്. അപ്പൊ കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. അപ്പൊ ഇവിടെ രണ്ട് ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണ്? ക്യാഷ് നമ്മൾ എവിടേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു? ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു അല്ലേ? അതായത് രണ്ട് ആസ്പെക്റ്റുകൾ വരുന്ന ഏതൊക്കെയാണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലേ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ക്യാഷും ബാങ്കും ഒരേ ട്രാൻസാക്ഷനിൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് എൻട്രി ആണെന്ന് പറയാം? കോൺട്രാ എൻട്രി ആണെന്ന് പറയാം. കോൺട്രാ എൻട്രീസ് നമ്മൾ എവിടെയാണ് എഴുതുന്നത്? ഡബിൾ കോളം ക്യാഷ് ബുക്കിലാണ് എഴുതുന്നത്. ഓക്കെ, അപ്പം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കോൺട്രാ എൻട്രീസ് നമ്മൾ എഴുതുന്നത് ഡബിൾ കോളം ക്യാഷ് ബുക്കിലാണ്. നമുക്കിനി തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? 3 കോളം ക്യാഷ് ബുക്ക് വിൽ കണ്ടെയ്ൻ 3 എമൗണ്ട് കോളം. ക്യാഷ്, ബാങ്ക്, ഡിസ്കൗണ്ട്. 3 കോളം ക്യാഷ് ബുക്കിൽ എത്ര എമൗണ്ട് കോളം ഉണ്ട്? 3 എമൗണ്ട് കോളം. ഏതൊക്കെയാണ്? ക്യാഷ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട്. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് 1 മാത്രമേ ഉള്ളൂ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സോ ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്, അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് 2ഉം സ്റ്റേറ്റ്മെന്റ് 3ഉം ആണ് ട്രൂ സ്റ്റേറ്റ്മെന്റ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. നമ്മുടെ STOയുടെ ഒരു PYQ ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോലും വളരെ ബേസ് ലെവലിൽ നിന്നുള്ളതാണ് അല്ലേ? നമ്മുടെ അക്കൗണ്ടിങ്ങിൽ ക്യാഷ് ബുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ആ ഒരു ബേസ് ലെവലിൽ നിന്ന് തന്നെ ആയിരിക്കും ആ ക്വസ്റ്റ്യൻ വരുന്നത്. പക്ഷെ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റുകൾ വായിച്ച് മനസ്സിലാക്കി ആ കറക്റ്റ് ആൻസറിലേക്ക് എത്തുക നമ്മൾ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ. ക്യാഷ് ബുക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ ക്യാഷ് റെസിപ്റ്റുകളും ക്യാഷ് പേയ്മെന്റുകളുമാണ്. ഡബിൾ കോളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കോൺട്രാ എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്നു. 3 കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ അവിടെ 3 കോളംസ് പ്രൊവൈഡ് ചെയ്യുന്നു. ക്യാഷ് കോളം, ബാങ്ക് കോളം, ഡിസ്കൗണ്ട് കോളം. ഓക്കെ, അതുപോലെ പെറ്റി ക്യാഷ് ബുക്കിൽ ഇംപ്രസ്ഡ് സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Which of the following statements are true in respect of cash book? Cash book ആയിട്ട് ബന്ധപ്പെട്ട true statement ഏതാണ്? അപ്പം സ്റ്റേറ്റ്മെന്റ് 2ഉം സ്റ്റേറ്റ്മെന്റ് 3ഉം ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A sole trader keeping books under single entry provides the following details. Okay, ആരാണ് ഒരു സോൾ ട്രേഡർ എന്നൊക്കെ അറിയാലോ? ഒറ്റയ്ക്ക് ഒരു ബിസിനസ് മാനേജ് ചെയ്യുന്ന, നടത്തിക്കൊണ്ട് പോകുന്ന ആളാണ് ആര്? സോൾ ട്രേഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ആ ഒരു ബുക്ക് ഓഫ് അക്കൗണ്ട്സിലെ ഫർദർ ഡീറ്റെയിൽസ് ആണ് എന്ത് ചെയ്തേക്കുന്നത്? പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നേക്കുന്നത് നോക്കാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ 25,000, ക്ലോസിംഗ് ക്യാപിറ്റൽ 50,000, ഡ്രോയിങ്സ് 10,000, അഡീഷണൽ ക്യാപിറ്റൽ 15,000. അപ്പൊ നമുക്ക് എന്തൊക്കെ ക്യാപിറ്റൽ ആണ് തന്നിട്ടുള്ളത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്, അഡീഷണൽ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്? പ്രോഫിറ്റ്. സോൾ ട്രേഡറിന്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. STOയുടെ PYQ ക്വസ്റ്റ്യൻ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ സോൾ ട്രേഡറിന്റെ പ്രോഫിറ്റ്, ആ ഒരു വർഷത്തെ പ്രോഫിറ്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റൽ, ക്ലോസിംഗ് ക്യാപിറ്റൽ, ഡ്രോയിങ്സ്. ഇത്ര ഐറ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ആൻസറിലേക്ക് വരാം. ഓക്കെ, But to find the profit under the statement of affairs under single entry system, നമുക്ക് ഫോർമാറ്റ് എന്താണ്, അല്ലെ നമ്മുടെ ഫോർമുല എന്താണ്? ക്ലോസിംഗ് ക്യാപിറ്റൽ. ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുന്നതാണ്? ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ കൂടെ പ്രോഫിറ്റും ആഡ് ചെയ്ത് അഡീഷണൽ ക്യാപിറ്റലും ആഡ് ചെയ്ത് ഡ്രോയിങ്സ് കുറയ്ക്കുന്നതാണ്. അപ്പൊ ഈ ഇക്വേഷൻ മറക്കരുത്. നമുക്ക് ഈ ഇക്വേഷനിൽ ഏതൊരു ഐറ്റം മിസ്സിംഗ് തന്നാലും അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും?
കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ചിലപ്പോൾ ഡ്രോയിങ്സ് മിസ്സിങ് തരാം, അല്ലെ അഡീഷണൽ ക്യാപിറ്റൽ, അല്ലെ ക്ലോസിംഗ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്? പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു ഇക്വേഷൻ എന്താണ്? ക്ലോസിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ്? ക്ലോസിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു ഓപ്പണിംഗ് ക്യാപിറ്റലിനോടൊപ്പം പ്രോഫിറ്റും അഡീഷണൽ ക്യാപിറ്റലും ആഡ് ചെയ്തിട്ട് എന്ത് ഡിഡക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് കുറയ്ക്കണം, എന്ത് സബ്ട്രാക്ട് ചെയ്യണം? ഡ്രോയിങ്സ് കുറയ്ക്കണം. ഓക്കെ, അപ്പൊ ക്ലോസിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ഡ്രോയിങ്സ്. ക്ലിയർ അല്ലേ? നമുക്ക് നോക്കാം ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് തന്നേക്കുന്ന വാല്യൂസ് നമ്മൾ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 25,000 പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ എത്രയാണ്? 15,000. അതിന്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടണം? പ്രോഫിറ്റും കൂടെ ചേർന്ന് ഡ്രോയിങ്സ് കുറയ്ക്കുന്ന തുകയായിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മുടെ 50,000 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുന്നതാണ്? ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് പ്ലസ് 15,000 എന്താണ്? അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ഡ്രോയിങ്സ്. നമുക്ക് എമൗണ്ട് എല്ലാം തന്നിട്ടുണ്ട്, നമുക്ക് ഡയറക്റ്റ് എമൗണ്ട് എല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് മാത്രം കണ്ടെത്തിയാൽ മതി? പ്രോഫിറ്റ് മാത്രം കണ്ടെത്തിയാൽ മതി. ഓക്കെ, അപ്പൊ 50,000 ആണ് ക്ലോസിംഗ് ക്യാപിറ്റൽ. ആ 50,000 എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുന്നതാണ്? ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ഡ്രോയിങ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് 50,000 എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 25,000 ആണ്. പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തണം. അഡീഷണൽ ക്യാപിറ്റൽ എത്രയാണ്? 15,000 ആണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഡ്രോയിങ്സ് ആയിട്ടുള്ള 10,000 രൂപ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, 10,000 റുപ്പീസ് മൈനസ് ചെയ്യണം. ഓക്കെ, 25,000 പ്ലസ് 15,000 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 25 പ്ലസ് 15,000 വരുമ്പോൾ 40,000. 40,000 മൈനസ് 10,000 വരുമ്പോൾ എത്ര വരും? 25 പ്ലസ് 15 പ്ലസ് പ്രോഫിറ്റിൽ നിന്നും നമുക്ക് എന്ത് കുറയ്ക്കണം? ഡ്രോയിങ്സ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടുന്നത്. ഓക്കെ, അതായത് 30,000 പ്ലസ് പ്രോഫിറ്റ്. അപ്പൊ നോക്കിക്കേ, നോക്കിക്കേ 25,000 പ്ലസ് 15,000 എത്ര വരുന്നേ? 40,000. 40,000 പ്ലസ് പ്രോഫിറ്റ് മൈനസ് 10,000 എന്ന് പറയുന്നതാണ് എന്ത്? ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 40,000 നിന്നും 10,000 പോകുമ്പോൾ എത്ര വരും? 30,000 ആണ് വരുന്നത്. 30,000 പ്ലസ് പ്രോഫിറ്റ് എന്ന് പറയുന്നതാണ് ഏത്? ക്ലോസിംഗ് ക്യാപിറ്റൽ ആയിട്ടുള്ള 50,000. അതായത് നമുക്ക് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? 50,000 minus 30,000, that is 20,000. പ്രോഫിറ്റ് എത്രയാണ് വരുന്നത്? 20,000. അപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മളോട് പ്രോഫിറ്റ് കണ്ടെത്താനായിട്ടാണ് ചോദിച്ചത്. ചിലപ്പോൾ നമ്മളോട് ഓപ്പണിംഗ് ക്യാപിറ്റലോ ക്ലോസിംഗ് ക്യാപിറ്റലോ ഒക്കെ കണ്ടെത്താനായിട്ട് ചോദിക്കാം. അപ്പൊ നമുക്ക് ഈ ഒറ്റ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. ക്ലോസിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു, നമ്മുടെ ഇക്വേഷൻ എന്താണ്? ക്ലോസിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു, ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എന്താണ്? ക്ലോസിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് മൈനസ് ഡ്രോയിങ്സ് ആണ്. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ 50,000 തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 25,000. അഡീഷണൽ ക്യാപിറ്റൽ എത്രയാണ്? 15,000. ഡ്രോയിങ്സ് എത്രയാണ്? 10,000. അപ്പൊ 25,000ഉം 15,000ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 40,000 കിട്ടുന്നു. ആ 40,000ൽ നിന്നും ഡ്രോയിങ്സ് ആയ 10,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 30,000 കിട്ടുന്നു. അപ്പൊ 30,000 പ്ലസ് പ്രോഫിറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? ക്ലോസിംഗ് ക്യാപിറ്റൽ. സോ പ്രോഫിറ്റ് ഈക്വൽ ടു 50,000 മൈനസ് 30,000, ദാറ്റ് ഈസ് 20,000. ഓക്കെ, ക്ലിയർ ആണ്? അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള. അപ്പം ഒരു സോൾ ട്രേഡറിന്റെ ഇൻഫോർമേഷൻസിൽ നിന്ന് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പഠിച്ചത്? പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ക്ലോസിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് മൈനസ് ഡ്രോയിങ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു വാല്യൂ മിസ്സിംഗ് ആണെങ്കിൽ പോലും മറ്റു വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എത്രയാണ്? ഓപ്ഷൻ എ ആണ്, 20,000. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഇതെന്ന് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ് STയുടെ PYQ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ട്രാൻസാക്ഷൻ മോട്ടീവ് ഓഫ് ഹോൾഡിംഗ് ക്യാഷ്. ഓക്കെ, അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാഷ് ഹോൾഡ് ചെയ്യുന്നത്. ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതിന് നമുക്ക് പലതരത്തിലുള്ള മോട്ടീവ്സ് ഉണ്ട്. ഓക്കെ, അതില് ട്രാൻസാക്ഷൻ മോട്ടീവ് എന്തിനാണ്? നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. കീപ്പിംഗ് ക്യാഷ് ഫോർ മീറ്റിംഗ് ഡേ ടു ഡേ എക്സ്പെൻസസ്, കീപ്പിംഗ് ക്യാഷ് ഫോർ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ്, കീപ്പിംഗ് ക്യാഷ് ഫോർ മീറ്റിംഗ് ഫ്യൂച്ചർ ലോസസ്, നൺ ഓഫ് ദീസ്. അപ്പൊ നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആൻസറിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഏതൊക്കെയാണ്, വാട്ട് ആർ ദ മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ക്യാഷ് എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ആൻസറിലേക്ക് വരാം. പ്രധാനമായിട്ടും JM കെയ്ൻസ്, ഓക്കെ, JM കെയ്ൻസ് പ്രധാനമായിട്ടും 3 മോട്ടീവ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ JM കെയ്ൻസ് കൊണ്ടുവന്നിട്ടുള്ള 3 മോട്ടീവ്സ് ഏതൊക്കെയാണ്? ട്രാൻസാക്ഷൻ മോട്ടീവ് ഉണ്ട്, സ്പെക്കുലേറ്റീവ് മോട്ടീവ് ഉണ്ട്, പ്രിക്വേഷനറി മോട്ടീവ് ഉണ്ട്. ഓക്കെ, JM കെയ്ൻസ് കൊണ്ടുവന്ന 3 മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ക്യാഷ് ഏതൊക്കെയാണ്? ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്വേഷനറി മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്. അപ്പൊ എന്താണ് ഈ ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറഞ്ഞാല്? ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട്. ഓക്കെ, ഒരു ബിസിനസ്സിൽ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ എക്സ്പെൻസുകൾ ഒക്കെ മീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ നമ്മൾ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതാണ് ഇത് ട്രാൻസാക്ഷൻ മോട്ടീവ്. അതാരാണ് കൊണ്ടുവന്നത്? JM കെയ്ൻസ് ആണ്. ഓക്കെ, പ്രിക്വേഷനറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു അൺഫോർസീൻ ഇവന്റ് അല്ലെ, പെട്ടെന്നൊരു കണ്ടിജൻസി, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യണം? ഫേസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ക്യാഷ് ആണ് ഇത് പ്രിക്വേഷനറി മോട്ടീവ് എന്ന് പറയുന്നത്. സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെക്കുലേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടും ഷെയർ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാഷ് കയ്യില് ഹോൾഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ 3 മോട്ടീവ്സും ആര് കൊണ്ടുവന്നതാണ്? JM കെയ്ൻസ് കൊണ്ടുവന്നതാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് മോട്ടീവ് എന്താണെന്ന് നോക്കാം. ട്രാൻസാക്ഷൻ മോട്ടീവ് ആണ്. ഓക്കെ, ഫസ്റ്റ് മോട്ടീവ് ഏതാണ്? ട്രാൻസാക്ഷൻ മോട്ടീവ് ആണ്. ഹോൾഡിംഗ് ക്യാഷ് ടു മീറ്റ് ഡേ ടു ഡേ എക്സ്പെൻസസ് ആൻഡ് റൊട്ടീൻ ബിസിനസ് ട്രാൻസാക്ഷൻ. ഓക്കെ, ഡേ ടു ഡേ ഉള്ള അല്ലെങ്കിൽ റുട്ടീൻ ബിസിനസ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന അല്ലെങ്കിൽ പൈസ ഹോൾഡ് ചെയ്യുന്നതാണ് ഇത് ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുന്നത്. അതായത് സാലറി കൊടുക്കുക, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക, ഇലക്ട്രിസിറ്റി ബിൽസ്, റിപ്പയർസ്, അതായത് ഡേ ടു ഡേ ഒരു ബിസിനസ്സിൽ എന്തൊക്കെ എക്സ്പെൻസുകൾ വരാവോ അത് മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫണ്ട് അല്ലെങ്കിൽ ക്യാഷ് ഹോൾഡ് ചെയ്യുന്ന പർപ്പസ് ആണ് അല്ലെങ്കിൽ മോട്ടീവ് ആണ് ഇത് ട്രാൻസാക്ഷൻ മോട്ടീവ്. സെക്കൻഡ് മോട്ടീവ് ആണ് ഇത് പ്രിക്വേഷനറി മോട്ടീവ് എന്ന് പറയുന്നത്. സെക്കൻഡ് മോട്ടീവ് ആണ് പ്രിക്വേഷനറി മോട്ടീവ്. പ്രിക്വേഷൻ നമ്മളൊരു മുൻകരുതൽ, എന്തെങ്കിലും ഒരു അൺഫോർസീൻ ഇവന്റോ എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് കണ്ടിജൻസീസോ ഒക്കെ വരുമ്പോൾ മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫണ്ട് ഹോൾഡ് ചെയ്യുന്നതാണ് പ്രിക്വേഷനറി മോട്ടീവ് എന്ന് പറയുന്നത്. ഹോൾഡിംഗ് ക്യാഷ് ഫോർ അൺഎക്സ്പെക്റ്റഡ് ഓർ എമർജൻസി സിറ്റുവേഷൻസ്. ഓക്കെ, എന്തെങ്കിലും കണ്ടിജൻസി അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസ് അറൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫണ്ട് ഹോൾഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ക്യാഷ് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു മോട്ടീവിന് വേണ്ടിയിട്ടാണെങ്കിൽ അതാണ് പ്രിക്വേഷനറി മോട്ടീവ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ: സഡൻ റിപ്പയർ, മെഡിക്കൽ എമർജൻസീസ്, അൺഫോർസീൻ ബിസിനസ് ലോസസ് എക്സെട്ര. പെട്ടെന്ന് നമ്മുടെ ബിസിനസ്സിൽ ഒരു ലോസ് വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസീസ് വരുന്നു, പെട്ടെന്ന് മെഷീൻസിന് എന്തെങ്കിലും റിപ്പയേഴ്സ് വരുന്നു. അപ്പോൾ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്സ് അല്ലെങ്കിൽ കണ്ടിജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസ് നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതാണ് ഏത് പ്രിക്വേഷനറി മോട്ടീവ് എന്ന് പറയുന്നത്. അടുത്തതാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ്, നമുക്കൊരു ലാഭം, പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു ഗെയിൻ നേടാനായിട്ട് അല്ലെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പെക്കുലേറ്റീവ് ട്രേഡിങ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ക്യാഷ് ഹോൾഡ് ചെയ്യുന്നു. അതാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ഹോൾഡിംഗ് ക്യാഷ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, അതായത് ഷെയറിന്റെ ഒക്കെ പൈസ കുറയുന്ന സമയത്ത് അത് വാങ്ങാനും വിൽക്കാനും, അതായത് സ്പെക്കുലേറ്റീവ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട്, ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതാണ് ഇത് സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ: ബൈയിങ് ഷെയർസ് ഓർ അസെറ്റ് വെൻ ദെയർ പ്രൈസ് ഫോൾ. അല്ലെ, ഷെയറിന്റെ ഒക്കെ പ്രൈസ് കുറയുന്ന സമയത്ത് അത് വാങ്ങുന്നു, എന്നിട്ട് അത് കൂടുന്ന സമയത്ത് അത് വിൽക്കുന്നു. അതായത് സ്പെക്കുലേറ്റീവ് ട്രേഡിങ് തന്നെ. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞത് 3 മോട്ടീവ്സ് ആണ്.
ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട എത്ര മോട്ടീവ്സ് ഉണ്ട്? 3 മോട്ടീവ്സ് ഉണ്ട്. ട്രാൻസാക്ഷൻ മോട്ടീവ് ഉണ്ട്, സ്പെക്കുലേറ്റീവ് മോട്ടീവ് ഉണ്ട്, പ്രിക്വേഷണറി മോട്ടീവ് ഉണ്ട്. ഡേ ടു ഡേ ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യുന്നതാണ് ട്രാൻസാക്ഷൻ മോട്ടീവ്. അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്സ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് മീറ്റ് ചെയ്യാനായിട്ട് ഹോൾഡ് ചെയ്യുന്നതാണ് പ്രിക്വേഷണറി മോട്ടീവ്. ആപ്യബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആംബിയബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നു? മുന്നിൽ കണ്ടുകൊണ്ട് ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതാണ് ഇത് സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ ഒരു മോട്ടീവും കൂടി ഉണ്ട്, അതാണ് കോമ്പൻസേറ്റിംഗ് മോട്ടീവ്. അത് ബാങ്കുകൾ എന്ത് ചെയ്യുന്നു? ബാങ്കുകൾ ഒരു മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് നമ്മളോട് പറയുന്നു. ഓക്കെ, അവർ തരുന്ന പല ഫെസിലിറ്റീസിനും ക്രെഡിറ്റ് ഫെസിലിറ്റീസിനും ഒക്കെ പകരമായിട്ട് നമ്മളുടെ അക്കൗണ്ടുകളിൽ എന്ത് ചെയ്യണം? നമ്മളൊരു മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം. ഓക്കെ, ആ ഒരു മോട്ടീവാണ് ഇത് compensating motive. It refers to holding cash to maintain a minimum balance with a bank in return for banking services or credit facilities. Okay, ബാങ്കിൽ നിന്നും നമ്മൾ സ്വീകരിക്കുന്ന ഒരു സർവീസ് അല്ലെങ്കിൽ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റീസിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അക്കൗണ്ടിൽ ഒരു മിനിമം ക്യാഷ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ബാങ്കിൽ മിനിമം ക്യാഷ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. To satisfy the bank's requirement for a minimum balance and to receive services such as overdraft facilities, check processing or loans. അല്ലെ, ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി, ചെക്ക് പ്രോസസ്സിംഗ്, ലോൺസ് ഇതൊക്കെ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് വേണ്ടുന്ന ബാങ്കിൽ നിന്നും കിട്ടുന്ന സർവീസുകളാണ്. അപ്പൊ ഈ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് പകരം കോമ്പൻസേറ്റിംഗ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബാങ്കിൽ ഒരു മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം. അതാണ് കോമ്പൻസേറ്റിംഗ് മോട്ടീവ്. 3 മോട്ടീവ്സ് ആണ്, അതായത് സ്പെക്കുലേറ്റീവ് മോട്ടീവ്, പ്രിക്വേഷണറി, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ. ഇത് 3ഉമാണ് ആര് കൊണ്ടുവന്നത്? JM കെയ്ൻസ് കൊണ്ടുവന്ന മോട്ടീവ്സ്. അത് കൂടാതുള്ള ഒരു മോട്ടീവാണ് ഇത് കോമ്പൻസേറ്റിംഗ് മോട്ടീവ്. കോമ്പൻസേറ്റിംഗ് മോട്ടീവിന്റെ അർത്ഥം എന്താണ്? ബാങ്കിന്റെ ഒരു റിക്വയർമെന്റ് ആണ്, അതായത് ബാങ്കിൽ നമ്മൾ മിനിമം ക്യാഷ് ബാലൻസ് എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ട്രാൻസാക്ഷൻ മോട്ടീവ് എന്താണ്? ഇപ്പൊ നമുക്കറിയാലോ, ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേ ടു ഡേ എക്സ്പെൻസുകൾക്ക് വേണ്ടിയിട്ട്, റുട്ടീൻ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് സൂക്ഷിക്കുന്നതാണ് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നതാണ് ഇത് ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, കീപ്പിംഗ് ക്യാഷ് ഫോർ മീറ്റിംഗ് ഡേ ടു ഡേ എക്സ്പെൻസസ്. നമ്മുടെ ആൻസർ ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ എ ആണ്. ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഏത് വരും? ഏത് മോട്ടീവ് വരും? ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് സ്പെക്കുലേറ്റീവ് മോട്ടീവ് വരും. കീപ്പിംഗ് ക്യാഷ് ഫോർ മീറ്റിംഗ് ഫ്യൂച്ചർ ലോസസ്, അൺഎക്സ്പെക്റ്റഡ് എമർജൻസി സിറ്റുവേഷൻസ് മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഏതാണ്? പ്രിക്വേഷണറി മോട്ടീവാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. കീപ്പിംഗ് ക്യാഷ് ഫോർ മീറ്റിംഗ് ഡേ ടു ഡേ എക്സ്പെൻസസ്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേ ടു ഡേ എക്സ്പെൻസുകൾ അല്ലെങ്കിൽ റൊട്ടീൻ ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ കയ്യിൽ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ ഒരു 3 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഏതായിരുന്നു? നമ്മുടെ ക്യാഷ് ബുക്ക് ഏരിയയിൽ നിന്നുള്ളതായിരുന്നു. ഓക്കെ, പെറ്റി ക്യാഷ് ബുക്ക് ആണ് ഇംപ്രസ്ഡ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ ക്യാഷ് റെസിപ്റ്റുകളും ക്യാഷ് പേയ്മെന്റുകളുമാണ് എഴുതുന്നത്. ക്യാഷും ബാങ്ക് കോളവും കൂടെ വരുന്ന കോൺട്രാ എൻട്രീസ് ആണ് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ എഴുതുന്നത്. 3 കോളം ക്യാഷ് ബുക്കിൽ ക്യാഷിനും ബാങ്കിനും അതുപോലെ ഡിസ്കൗണ്ടിനും അങ്ങനെ 3 എമൗണ്ട് കോളം ഉണ്ടായിരിക്കും. അത് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആയിരുന്നു അല്ലേ? സോൾ ട്രേഡറിന്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ഡ്രോയിങ്സും അഡീഷണൽ ക്യാപിറ്റലും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കായിരുന്നു? ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റലും അഡീഷണൽ ക്യാപിറ്റലും പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും ഡ്രോയിങ്സ് കുറയ്ക്കുന്നതാണ്. അപ്പൊ നമുക്ക് അവിടെ ഇല്ലാത്ത വാല്യൂ എന്ത് മാത്രമാണ്? പ്രോഫിറ്റ് മാത്രമാണ്. അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പ്രോഫിറ്റ് കണ്ടെത്തി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതുമായിട്ട് റിലേറ്റ് ചെയ്തായിരുന്നു? മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ക്യാഷ്. ഓക്കെ, വിച്ച് ആർ ദ മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ്? നമ്മുടെ FM ഏരിയയിൽ നിന്നും വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ദ മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ക്യാഷ്? 3 മോട്ടീവ്സ് ഉണ്ട്, പ്രധാനമായിട്ടും 3 എണ്ണമാണ്. ആ 3 എണ്ണം കൊണ്ടുവന്ന ആരാണ്? JM കെയ്ൻസ് ആണ്. അത് കൂടാതെ ഒരു മോട്ടീവ് ഉണ്ട്, അതാണ് കോമ്പൻസേറ്റിംഗ് മോട്ടീവ്. ഓക്കെ, അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം.
വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റിലേറ്റഡ് ടു ഡിവിഡൻഡ് ഡിസിഷൻസ് ആർ നോട്ട് ട്രൂ? ഓക്കെ, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ഇവിടെ നമ്മളോട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനല്ല ചോദിച്ചേക്കുന്നത്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്. ഓക്കെ, ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്കിവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമുക്കിവിടെ 4 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നേക്കുന്നത്. അതില് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്, അതാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? ഡിവിഡൻഡ് ഡിസിഷൻ. ഓക്കെ, ഡിവിഡൻഡ് ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്, അല്ലെങ്കിൽ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്, അല്ലെങ്കിൽ റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആണേ. അപ്പൊ നമുക്ക് ഇനി 4 സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യാവുന്ന വായിച്ച് നോക്കാം. ഫസ്റ്റ് വൺ, പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഇൻവോൾവ് legal and financial considerations. Okay. Second statement, dividend irrelevance theory to share valuation was propounded by Gordon. Third one, stock dividend does not affect the liquidity position of the company. Fourth one, dividend can be paid only out of profit. ഏകദേശം നമുക്ക് ഈ 4 സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ കിട്ടിക്കാണും ആൻസർ ഇല്ലേ? നമുക്ക് ഓരോന്നും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാം. അതിനു മുന്നേ എന്താണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാല്, ഫിനാൻഷ്യൽ മാനേജ്മെന്റില് 3 പ്രധാനപ്പെട്ട ഡിസിഷൻസ് ആണുള്ളത് ഇല്ലേ? ഏതൊക്കെയാണ്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ. ഓക്കെ, ഫിനാൻഷ്യൽ മാനേജ്മെന്റില് പ്രധാനപ്പെട്ട 3 ഡിസിഷൻസ് ആണുള്ളത്. അത് ഏതൊക്കെയാണ്? ഫിനാൻസിങ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ. അതിൽ ഫിനാൻസിങ് ഡിസിഷനിൽ നമ്മൾ എവിടെ നിന്ന് ഫണ്ട് കണ്ടെത്തണം അല്ലെ, വിച്ച് ആർ ദ ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഫണ്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഡിസിഷൻ ആണ് ഫിനാൻസിങ് ഡിസിഷൻ. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിലേക്ക് വരുമ്പോൾ നമ്മൾ കറണ്ട് അസറ്റിലാണോ അതോ ഫിക്സഡ് അസറ്റിലാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ആണ് ഇത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. നമ്മളോട് ചോദിച്ചേക്കുന്ന ഏതാണ്? ഡിവിഡൻഡ് ഡിസിഷൻ ആണ്. അപ്പൊ എന്താണ് ഡിവിഡൻഡ്? ഡിവിഡൻഡ് എന്താണെന്ന് നമുക്കറിയാം. ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ അല്ലെ, ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺ ആണ് എന്ത്? ഡിവിഡൻഡ്. അപ്പൊ അവർക്ക് എത്രത്തോളം ഡിവിഡൻഡ് കൊടുക്കണം, ആ ഡിവിഡൻഡ് എത്രത്തോളം വേണം. ഓക്കെ, നമ്മുടെ കമ്പനിക്ക് എന്തെങ്കിലും നമ്മൾ റീറ്റെയിൻ ചെയ്യണോ, അങ്ങനെ റീറ്റെയിൻ ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലെങ്കിൽ പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് മുഴുവൻ ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാതെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് നമ്മൾ ബിസിനസ്സിൽ തന്നെ റീറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ റീറ്റെയിൻ ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് എന്താണ് ഡിവിഡൻഡ്, എന്തൊക്കെയാണ് ഡിവിഡൻഡ് ഡിസിഷനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ്, ഡിവിഡൻഡ് ഡിസിഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ട് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ അറിയണം. നമുക്ക് ഒന്ന് അതിന്റെ ഡീറ്റെയിലോട്ട് പോയിട്ട് നമുക്ക് വരാം. Gordon propounded the dividend relevance theory, often known as Gordon's growth model or the bird in hand theory. Okay, നമ്മളുടെ ഡീറ്റെയിൽ ക്ലാസ്സിൽ നമ്മൾ സിലബസ് അനുസരിച്ച് നമ്മുടെ ക്ലാസ്സുകളുണ്ട്. അതിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലവും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡിവിഡൻഡ് തിയറീസ് ആയാലും ക്യാപിറ്റൽ സ്ട്രക്ചർ ആയാലും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് ആയാലും ഒക്കെ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു PYQ സെഷനിൽ നമുക്ക് തന്നേക്കുന്ന ഡിവിഡൻഡ് ഡിസിഷൻ, അതായത് ഡിവിഡൻഡ് റിലവൻസ് തിയറിയാണ് ആര് കൊണ്ടുവന്നേക്കുന്നത്? ഡിവിഡൻഡ് റിലവൻസ് തിയറിയാണ് ഗോർഡൻ കൊണ്ടുവന്നത്. ഓക്കെ, ഗോർഡൻസ് ഡിവിഡൻഡ് തിയറിയെ നമുക്ക് ബേർഡ് ഇൻ ഹാൻഡ് തിയറി എന്നോ ഗോർഡൻസ് ഗ്രോത്ത് മോഡൽ തിയറി എന്നോ പറയാം. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഡിവിഡൻഡ് തിയറി റിലവൻസും ഉണ്ട് ഇർറിലവൻസും ഉണ്ട്. ഓക്കെ, ഡിവിഡൻഡ് തിയറീസ് റിലവന്റ് തിയറിയും ഉണ്ട് ഇർറിലവന്റ് തിയറിയും ഉണ്ട്. അതിൽ റിലവന്റ് തിയറിയാണ് ആര് കൊണ്ടുവന്നത്? ഗോർഡൻ. ഓക്കെ, ഗോർഡൻസ് തിയറിയെ നമുക്ക്, അല്ലെങ്കിൽ ഗോർഡന്റെ റിലവന്റ് തിയറിയെ നമുക്ക് ബേർഡ് ഇൻ ഹാൻഡ് തിയറി എന്നോ അല്ലെങ്കിൽ ഗോർഡൻസ് ഗ്രോത്ത് മോഡൽ തിയറി എന്നോ പറയാം. ഓക്കെ, he argued that dividends are highly relevant to a firm's valuation because investors prefer certain current dividend over uncertain future capital gain. അപ്പം ഗോർഡൻ എന്താണ് പറയുന്നത്? ഒരു ഫേം എത്രത്തോളം ഡിവിഡൻഡ് കൊടുക്കുന്നു എന്നുള്ളത്
എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഒരു ഫേമിന്റെ വാല്യൂവിനെ ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ, ഫേമിന്റെ വാല്യൂവും ഡിവിഡൻഡ് ഡിസിഷനും തമ്മിൽ റിലേഷൻ ഉണ്ട്, റിലവന്റ് ആണ്. ഓക്കെ, ഡിവിഡൻഡ് ആർ ഹൈലി റിലവന്റ് ടു എ ഫേംസ് വാല്യൂ. ഡിവിഡൻഡ് എത്രത്തോളം കൊടുക്കുന്നു എന്നുള്ളത് ആ ഫേമിന്റെ വാല്യൂവിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ തന്നെയാണ്. അങ്ങനെയാണ് ആര് പറയുന്നത്? ഗോർഡൻ പറയുന്നത്. ഓക്കെ, ദ ഡിവിഡൻഡ് ഇറലവൻസ് തിയറി ആരാണ് കൊണ്ടുവന്നത്? മോഡൽഗാനി ആൻഡ് മില്ലർ ആണ്. അപ്പൊ നമുക്ക് ഡിവിഡൻഡ് തിയറിയെ റിലവൻസ് തിയറി ഉണ്ട്, ഇറലവൻസ് തിയറി ഉണ്ട്. റിലവന്റ് തിയറിയുടെ ഒരു മേജർ പ്രൊപ്പൗണ്ടർ, ഒരുപാട് പ്രൊപ്പൗണ്ടേഴ്സ് ഉണ്ട്, അതിലൊരു മേജർ പ്രൊപ്പൗണ്ടർ ആണ് ആര്? ഗോർഡൻ. ഗോർഡൻ തിയറിയാണ് നമ്മൾ ബേർഡൻ ഹാൻഡ് തിയറി അല്ലെങ്കിൽ ഗോർഡൻസ് ഗ്രോത്ത് മോഡൽ എന്ന് പറയാം. അതായത് ഫേമിന്റെ വാല്യൂ അഫക്ട് ചെയ്യുന്നുണ്ട് ഡിവിഡൻഡ് ഡിസിഷനെ, റിലവന്റ് ഡിസിഷന്, റിലവന്റ് തിയറിയാണ്. ഇറലവൻസ് തിയറി എന്ന് പറയുന്നത് എന്താണ്? ഫേമിന്റെ വാല്യൂവും ഡിവിഡൻഡ് ഡിസിഷനും തമ്മിൽ യാതൊരുവിധ റിലവൻസും ഇല്ല, ഇറലവന്റ് ആണ്. ഫേമിന്റെ വാല്യൂ ഇറലവന്റ് ആണ് ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കുന്നതിൽ. അപ്പൊ ഇറലവന്റ് തിയറി കൊണ്ടുവന്നത് മോഡൽഗാനി ആൻഡ് മില്ലർ ആണ്. ഓക്കെ, മോഡൽഗാനി ആൻഡ് മില്ലർ ആണ് എന്ത് കൊണ്ടുവന്നത്? ഡിവിഡൻഡ് ഇറലവൻസ് തിയറി കൊണ്ടുവന്നത്. The payment of dividend involve strict consideration, legal considerations such as company laws, capital preservation rules, statutory restrictions, as well as financial considerations such as availability of cash, future investment opportunities, and the company's overall financial health. ലീഗൽ ആയിട്ടുള്ള ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് എന്തിനെ ബാധിക്കുന്നുണ്ട്? ഡിവിഡൻഡ് കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിസിഷനെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ് ലീഗൽ ഫാക്ടേഴ്സ്. അതുപോലെ തന്നെ കമ്പനിക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട്, കമ്പനിയുടെ സോഴ്സ് ഓഫ് ഫണ്ട്സ്, അതുപോലെ തന്നെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, കമ്പനിയുടെ ഓവറോൾ ഫിനാൻഷ്യൽ പൊസിഷൻ, ഫിനാൻഷ്യൽ കൺസിഡറേഷനും ഡിവിഡൻഡ് ഡിസിഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ 3 ഡിസിഷനിൽ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ലാഭത്തിൽ എത്ര രൂപ നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം, എത്ര രൂപ നമ്മൾ ബിസിനസ്സിലേക്ക് നിലനിർത്തണം, ഇല്ലേ? അപ്പൊ ഡിവിഡൻഡ് ഡിസിഷൻ, ഡിവിഡൻഡ് എപ്പോഴും എന്തിൽ നിന്നാണ് കൊടുക്കുന്നത്? ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ലാഭം ഉണ്ടെങ്കിലാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കാറ്? ഡിവിഡൻഡ് കൊടുക്കാറ്. ഓക്കെ, എ സ്റ്റോക്ക് ഡിവിഡൻഡ്, ഓൾസോ നോൺ ആസ് ബോണസ് ഷെയർ, ഇസ് എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അഡീഷണൽ ഷെയർസ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് because it only shifts fund between equity account on the balance sheet without any actual cash leaving the organization. It does not affect the liquidity or cash position of the company. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? സ്റ്റോക്ക് ഡിവിഡൻഡ്. സ്റ്റോക്ക് ഡിവിഡൻഡ് അല്ലെങ്കിൽ ബോണസ് ഷെയർ. സ്റ്റോക്ക് ഡിവിഡൻഡ് അല്ലെങ്കിൽ ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് ഡിവിഡൻഡ് അല്ലെങ്കിൽ ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡിന് പകരം എന്ത് കൊടുക്കുവാണ്? ഷെയർ കൊടുക്കുകയാണ്. ഓക്കെ, അവർക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നില്ല. ക്യാഷ് ആയിട്ട് അവർക്ക് ഡിവിഡൻഡ് പേയ്മെന്റ് ചെയ്യുവാണെങ്കിലാണ് നമ്മുടെ കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷനെ അത് ബാധിക്കുന്നത്. ക്യാഷിന്റെ രൂപത്തിൽ അവിടെ കൊടുക്കുന്നില്ല. എന്തായിട്ടാണ് കൊടുക്കുന്നത്? സ്റ്റോക്ക് അല്ലെ ഷെയർ ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷനെ അവിടെ അഫക്റ്റ് ചെയ്യുന്നില്ല. According to accounting principles and corporate legislation, globally, dividends can generally be paid out of only from the distributable profit of the company. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് മാത്രമാണ് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുന്നത്? ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമ്മുടെ 4 സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഡിവിഡൻഡ് ഡിസിഷനായിട്ട് ബന്ധപ്പെട്ട ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണ്ടേ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതിൽ നിന്നും ഡിവിഡൻഡ് ഡിസിഷനായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകൾ പറഞ്ഞതിൽ നിന്നും നമുക്ക് ഈ 4 സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്ത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഫസ്റ്റ് വൺ, പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഇൻവോൾവ് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ കൺസിഡറേഷൻ. ഓക്കെ, ഒരുപാട് കമ്പനി ലോ, കമ്പനി റൂൾസ്, റെഗുലേഷൻസ്, ആക്ട്, ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ്, ഒരുപാട് ലീഗൽ കൺസിഡറേഷൻസ് ഉണ്ട് ഡിവിഡൻഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ കമ്പനിയുടെ ഫിനാൻഷ്യൽ കൺസിഡറേഷൻ, കമ്പനിയുടെ ലാഭം, കമ്പനിയുടെ പ്രോഫിറ്റ്, ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇതെല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള എ ഓപ്ഷൻ എന്താണ്? കറക്റ്റ് ആണ്. രണ്ടാമത്തത്, ഡിവിഡൻഡ് ഇറലവൻസ് തിയറി ടു ഷെയർ വാല്യുവേഷൻ വാസ് പ്രൊപ്പോണ്ടഡ് ബൈ ഗോർഡൻ. ഡിവിഡൻഡ് ഇറലവൻസ് തിയറി കൊണ്ടുവന്നത് ഗോർഡൻ ആണ്. ആണോ? ഇറലവൻസ് തിയറി ആരാണ് കൊണ്ടുവന്നത്? ഇറലവൻസ് തിയറി കൊണ്ടുവന്നത് ആരാണ്? മോഡൽഗാനി ആൻഡ് മില്ലർ ആണ്. ഓക്കെ, ഇറലവൻസ് തിയറി കൊണ്ടുവന്നത് മോഡൽഗാനി ആൻഡ് മില്ലർ ആണ്, ആരല്ല? ഗോർഡൻ അല്ല.
അപ്പൊ തന്നേക്കുന്ന സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് സ്റ്റോക്ക് ഡിവിഡൻഡ് ഡസ് നോട്ട് അഫക്ട് ദ ലിക്വിഡിറ്റി പൊസിഷൻ. കറക്റ്റ് ആണ്. സ്റ്റോക്ക് ഡിവിഡൻഡ് അല്ലെങ്കിൽ ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിന്റെ രൂപത്തിലാണ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്? ക്യാഷ് ആയിട്ടല്ല, ഷെയർ ആണ് കൊടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാവുന്നില്ല, കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷനെ അഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഡിവിഡൻഡ് ക്യാൻ ബി പെയ്ഡ് ഓൺലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ലാഭം ഉണ്ടെങ്കിലാണ്, ലാഭത്തിൽ നിന്നാണ് എന്ത് കൊടുക്കുന്നത്? ഡിവിഡൻഡ് കൊടുക്കുന്നത്. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ആൻസർ അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഡിവിഡൻഡ് തിയറീസ് റിലവന്റും ഉണ്ട്, ഇറിലവന്റും ഉണ്ട്. റിലവന്റ് തിയറിയാണ് ആര് കൊണ്ടുവന്നത്? ഗോർഡൻ. ഇറിലവന്റ് തിയറി കൊണ്ടുവന്നത് മോഡിൽഗാനി ആൻഡ് മില്ലർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഡിവിഡൻഡ് ഇർറിലവൻസ് തിയറി ടു ഷെയർ വാലുവേഷൻ വാസ് പ്രൊപ്പോണ്ടഡ് ബൈ ഗോർഡൻ. അതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പം ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതിൽ നിന്നായിരുന്നു? ഡിവിഡൻഡ് ഡിസിഷനിൽ നിന്നായിരുന്നു. ഓക്കെ, ഒരു കമ്പനിയില് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രധാനപ്പെട്ട 3 ഫിനാൻഷ്യൽ ഡിസിഷൻസ് ആണുള്ളത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട 3 ഡിസിഷൻസ്? ഫിനാൻസിങ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ. അതിൽ എന്താണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാല് ഒരു കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നും എത്രത്തോളം അവർ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം, എത്രത്തോളം ഫ്യൂച്ചർ ഗ്രോത്തിനും ഓരോ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വെഞ്ചേഴ്സിനും ഒക്കെ വേണ്ടിയിട്ട് എത്ര രൂപ എന്ത് ചെയ്യണം? നീക്കി വെക്കണം, റീറ്റെയിൻ ചെയ്യണം. അങ്ങനെ റീറ്റെയിൻ ചെയ്യുന്ന എമൗണ്ടിനെയാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലെങ്കിൽ പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും ക്ലിയർ ആണ്. അപ്പൊ ഡിവിഡൻഡ് ഡിസിഷനെ അഫക്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. കമ്പനിയുടെ ഗ്രോത്ത് പ്രോസ്പെക്ട്സ്, ലിക്വിഡിറ്റി പൊസിഷൻ, ക്യാഷ് ഫ്ലോ, അതുപോലെ തന്നെ ലീഗൽ കൺസിഡറേഷൻ, ഫിനാൻഷ്യൽ കൺസിഡറേഷൻ, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഡിവിഡൻഡിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഡിവിഡൻഡ് തിയറീസ് റിലവന്റ് തിയറി ഉണ്ട്, ഇറിലവന്റ് തിയറി ഉണ്ട്. അതിൽ ഇറിലവന്റ് തിയറി കൊണ്ടുവന്ന ആള് മോഡിൽഗാനിയാണ്. അതുപോലെ റിലവന്റ് തിയറി കൊണ്ടുവന്നതിൽ ഒരാള് ഗോർഡൻ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, തിയറീസും ഡിവിഡൻഡ് തിയറീസും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്തു? ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തതും ഒരു PYQ ക്വസ്റ്റ്യൻ തന്നെയാണ്. റോങ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ്. നമുക്കൊരു 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്? നമുക്ക് 4 സ്റ്റേറ്റ്മെന്റും ഒന്ന് വായിച്ചു നോക്കാം. ഇവിടെ 2 കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. സബ് ഡിവിഷനും കൺസോൾട്ടേഷനും. ഷെയറിന്റെ സബ് ഡിവിഷനും ഷെയറിന്റെ കൺസോൾട്ടേഷനും. ഈ 2 കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സബ് ഡിവിഷൻ ഓഫ് ഷെയർ മീൻസ് കൺവേർട്ടിംഗ് large denominated share into small denominated shares. Okay, first statement ആണത്. Second statement എന്താണ് തന്നേക്കുന്നത്? Under subdivision of share, number of equity shares will decrease without decrease in the share capital. Third sentence, consolidation of share means converting small denominated shares into large denominated shares. Fourth one, under consolidation of shares, number of equity shares will decrease without decrease in the share capital. നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നേക്കുന്നത്. അപ്പം 4ലും റോങ് ആണ്, അല്ലെ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്താണ് സബ് ഡിവിഷൻ ഓഫ് ഷെയർ എന്നും കൺസോൾട്ടേഷൻ ഓഫ് ഷെയർ എന്നും നോക്കിയിട്ട് ആൻസറിലേക്ക് വരാം. അപ്പൊ എന്താണ് ഈ സബ് ഡിവിഷൻ? സബ് ഡിവിഷനെ നമ്മൾ മറ്റൊരു പേര് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താണ്? സ്റ്റോക്ക് സ്പ്ലിറ്റ്. ഷെയറിനെ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. അതായത് ഇപ്പം 1000 ഷെയറുകൾ ഉണ്ടെങ്കിൽ അതിനെ എത്ര ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു? 2000 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പക്ഷെ അവിടെ ടോട്ടൽ ഷെയറിന്റെ എണ്ണമാണ് കൂടുന്നത്. ഓക്കെ, 1000 ഷെയറിനെ എത്ര ആയിട്ട് മാറ്റുന്നു? 2000 ഷെയർ ആയിട്ട് മാറ്റുന്നു. ഷെയറിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. പക്ഷെ അവിടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എന്ത് വരുന്നില്ല? മാറ്റം വരുന്നില്ല. ടോട്ടൽ ഷെയർ ക്യാപിറ്റലിന് മാറ്റം വരുന്നില്ല. ഷെയറിന്റെ എണ്ണം കൂടുന്നു. ഫേസ് വാല്യൂ ഓഫ് ഷെയർ എന്ത് ചെയ്യുകയും ചെയ്യുന്നു? കുറയുകയും ചെയ്യുന്നു.
ഓക്കെ, അപ്പൊ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഏത്? ഷെയർ കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. സബ് ഡിവിഷൻ അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ്. ഷെയറിന്റെ സ്റ്റോക്ക് സ്പ്ലിറ്റ് അല്ലെങ്കിൽ സബ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയറിനെ നമ്മൾ എന്താക്കി മാറ്റുകയാണ്? അതായത് 10 ഷെയർ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് 20 ആക്കി മാറ്റുന്നു. ഒരു ഷെയറിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? ഫേസ് വാല്യൂ കുറഞ്ഞിട്ട് ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ഒരു മാറ്റവും വരുന്നില്ല. ഷെയറിന്റെ എണ്ണമാണ് എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. സബ് ഡിവിഷൻ ഓഫ് ഷെയർ മീൻസ് ഡിവൈഡിംഗ് ഷെയർസ് ഓഫ് എ ഹയർ ഫേസ് വാല്യൂ into large number of shares with a lower face value without changing the total share capital. നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്. ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ഒരു മാറ്റവും വരുന്നില്ല. ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എത്ര തന്നെ ആയിരിക്കും? ഇപ്പൊ 1 lakh ആണെങ്കിൽ സബ് ഡിവിഷന് മുന്നേയും സബ് ഡിവിഷന് ശേഷവും ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എത്ര തന്നെ ആയിരിക്കും? 1 lakh തന്നെ ആയിരിക്കും. ഷെയറിന്റെ എണ്ണം കൂടുന്നു, ഫേസ് വാല്യൂയിൽ എന്ത് മാറ്റം വരുന്നു? ഓക്കെ, അപ്പൊ സബ് ഡിവിഷൻ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയർ ഫേസ് വാല്യൂ ഉള്ള ഷെയറിനെ നമ്മൾ എന്താക്കി മാറ്റുകയാണ്? ലോവർ ഫേസ് വാല്യൂ ഉള്ള ഷെയർ ആക്കി മാറ്റുകയാണ്. ഷെയറിന്റെ എണ്ണം എന്ത് ചെയ്യുന്നു? അവിടെ കൂടുന്നു. നമ്പർ ഓഫ് ഷെയർ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൽ ചേഞ്ചസും വരുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ബിഫോർ സബ് ഡിവിഷൻ 1000 ഷെയർസ് ഓഫ് ₹10 ഈച്ച്. അതായത് നമ്മുടെ കയ്യിൽ എത്ര ഷെയർ ഉണ്ട്? 1000 ഷെയർ ഉണ്ട്. ഒരു ഷെയറിന് 10 രൂപ വെച്ചാണ്. അപ്പൊ നമ്മുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 10000 രൂപ. സബ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാണ് നമ്മള്? അതിന്റെ ഫേസ് വാല്യൂ കുറയാണ്, ഷെയറിന്റെ എണ്ണം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഫേസ് വാല്യൂ എത്ര ആയിട്ട് മാറി? ഒരു ഷെയറിന്റെ വില 5 ആയിട്ട് മാറി. 1000 എന്നുള്ള ഷെയറിന്റെ എണ്ണം എത്ര ആയിട്ട് മാറുന്നു? 2000 ആയിട്ട് മാറുന്നു. ഷെയറിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അതായത് ഒരു ഷെയറിനെ എത്ര ആക്കി മാറ്റുവാണ്? 2 ഷെയർ ആക്കി മാറ്റുകയാണ്. അങ്ങനെ 1000 ഷെയറിനെ എത്ര ആക്കി മാറ്റി? 2000 ഷെയർ ആക്കി. ഇല്ലേ? 1000 ഷെയറിനെ 2000 ഷെയർ ആക്കി മാറ്റിയപ്പം ഒരു ഷെയറിന്റെ വാല്യൂ 10ൽ നിന്ന് എത്ര ആയിട്ട് വന്നു? 5 ആയിട്ട് വന്നു. പക്ഷെ ടോട്ടൽ ഷെയർ ക്യാപിറ്റലിന് ഇവിടെ വ്യത്യാസമുണ്ടോ? സബ് ഡിവിഷന് മുന്നേയും സബ് ഡിവിഷന് ശേഷവും ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എത്ര തന്നെയാണ്? 10,000 തന്നെയാണ്. ക്ലിയർ ആവണേ? ഈ സ്റ്റോക്ക് സ്പ്ലിറ്റും കൺസോൾട്ടേഷനും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ്. സബ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഷെയർ സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സബ് ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്തിരിക്കുന്ന 2-3 പോയിന്റ്സ് ഉണ്ട്. അതായിരിക്കാം നമുക്ക് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിലൊക്കെ കൺഫ്യൂഷൻ വരുന്നത്. ഈ സബ് ഡിവിഷൻ അല്ലെങ്കിൽ ഷെയർ സ്പ്ലിറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാല് ഷെയറിന്റെ എണ്ണമാണ് കൂടുന്നത്, നമ്പർ ഓഫ് ഷെയർ കൂടുന്നു, ഫേസ് വാല്യൂ പെർ ഷെയർ കുറയുന്നു, ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ റിമൈൻ കോൺസ്റ്റന്റ്. അത് തന്നെയാണ്. അതായത് 10000 തന്നെയാണ് സബ് ഡിവിഷന് മുന്നേയും സബ് ഡിവിഷന് ശേഷം എത്ര തന്നെയാണ്? 10,000 തന്നെയാണ്. ഓക്കെ, നമുക്ക് അതിന്റെ ഒന്ന് നോക്കാം, അതിന്റെ എഫക്റ്റ് നോക്കാം. ഫേസ് വാല്യൂ പെർ ഷെയർ ഡിക്രീസ്. അതായത് 10ൽ നിന്നും എത്ര ആയിട്ട് മാറി? നമ്മുടെ എക്സാമ്പിളില് 5 ആയിട്ട് മാറി. നമ്പർ ഓഫ് ഷെയർ 1000ൽ നിന്നും എത്ര ആയിട്ട് മാറി? 2000 ആയിട്ട് മാറി. നമ്പർ ഓഫ് ഷെയർ എന്ത് ചെയ്യുകയാണ്? ഇൻക്രീസ് ചെയ്യുകയാണ്. ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ മാറുന്നില്ല. ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ 3 കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്തൊക്കെയാണ് 3 കാര്യങ്ങള്? കൺസോൾട്ടേഷൻ അല്ല, നമ്മൾ ആദ്യം പറഞ്ഞ ഏതാണ്? സബ് ഡിവിഷൻ ആണ്. സബ് ഡിവിഷൻ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ ഷെയർ സ്പ്ലിറ്റിനെയാണ് പറയുന്നത്. ഷെയർ സ്പ്ലിറ്റ് ചെയ്യുന്നു, ഷെയറിന്റെ എണ്ണം കൂടുന്നു, ഫേസ് വാല്യൂ കുറയുന്നു, ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ റിമൈൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിമൈൻ അൺചേഞ്ച്ഡ്. ഇനി എന്താണ് കൺസോൾട്ടേഷൻ എന്ന് പറയാം? അതായത് റിവേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ്. സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെ നേരെ തിരിച്ച്. ഓക്കെ, അതായത് അവിടെ എന്ത് ചെയ്യാണ് നമ്മള്? ഷെയറിന്റെ എണ്ണം എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു, ഫേസ് വാല്യൂ എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഓക്കെ, കൺസോൾട്ടേഷൻ ഓഫ് ഷെയർ മീൻസ് കമ്പൈനിങ് ഷെയർസ് ഓഫ് എ ലോവർ ഫേസ് വാല്യൂ. അതായത് ഈ ലോവർ ഫേസ് വാല്യൂ ഉള്ള ഷെയറുകൾ, 5 രൂപയുടെ ഷെയറുകൾ എല്ലാം കൂടി നമ്മൾ ചേർത്ത് എത്ര ആക്കി മാറ്റുവാണ്? 10 ആയിട്ട് മാറ്റുവാണ്. അതായത് 5 രൂപയുടെ ഷെയറിനെ നമ്മൾ എത്ര ആക്കി മാറ്റുകയാണ്? 10 ആയിട്ട് മാറ്റുവാണ്. ഓക്കെ, 10 ആയിട്ട് മാറ്റുമ്പോ 2000ൽ നിന്ന് എത്ര ആയിട്ട് വരും? 1000ൽ നിന്ന് നമ്മുടെ ഷെയറിന്റെ എണ്ണം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓക്കെ, 5 രൂപയായിരുന്നപ്പോ എത്ര രൂപയാണ്? എത്ര ഷെയർ ആണ് നമ്മുടെ കയ്യിലുള്ളത്? 2000 ഷെയർ ആണ്. ഓക്കെ, നമ്മൾ ഷെയറിന്റെ വാല്യൂ എത്ര ആയിട്ട് മാറ്റി? 10 ആയിട്ട് മാറ്റിയപ്പം നമ്മുടെ കയ്യിലുള്ള ഷെയർ എത്ര ആയിട്ട് മാറും? 1000 ആയിട്ട് മാറും. ഓക്കെ, നേരെ തിരിച്ച് റിവേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ആണ്.
ലോവർ ഫേസ് വാല്യൂ ഉള്ള ഷെയറിനെ എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഹയർ ഫേസ് വാല്യൂ ആക്കി മാറ്റുമ്പോൾ എഫക്റ്റ് എന്താണ്? രണ്ട് കേസിലും ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ റിമൈൻ അൺചേഞ്ച്ഡ് ആണ്. ഇവിടെ ഫേസ് വാല്യൂ എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഷെയറിന്റെ എണ്ണം എന്ത് ചെയ്യുന്നു? കുറയുന്നു. നമ്പർ ഓഫ് ഷെയർ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. നമ്പർ ഓഫ് ഷെയർ, അതായത് നമ്പർ ഓഫ് ഷെയർ 2000-ൽ നിന്നും എത്ര ആയിട്ട് മാറി? 1000 ആയിട്ട് മാറി. ഫേസ് വാല്യൂ ഓഫ് ഷെയർ 5-ൽ നിന്നും എത്ര ആയിട്ട് മാറി? 10 ആയിട്ട് മാറി. ടോട്ടൽ ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റൽ നമ്മുടെ എക്സാമ്പിളിൽ എത്ര തന്നെയാണ്? 10,000 ആണ്. അപ്പൊ രണ്ട് ടേമും നിങ്ങൾക്ക് ക്ലിയർ ആവണേ. നമ്മുടെ PYQ ക്വസ്റ്റ്യൻ ആണ് ഇത്. കൺസോൾട്ടേഷനും സബ് ഡിവിഷനും. സബ് ഡിവിഷൻ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ ഷെയറിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. അതായത് എന്താണ്, നമ്മൾ നമ്മുടെ എക്സാമ്പിൾ ഓർത്തെ, ഷെയറിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. അതായത് 10 രൂപയുള്ള ഷെയറിനെ നമ്മൾ ഒരുപാട് 5 രൂപയുടെ ഫേസ് വാല്യൂ ആക്കി മാറ്റി 1000 നമ്പറിനെ നമ്മൾ 2000 ആക്കി മാറ്റുന്നതാണ് ഇത് ഷെയർ സ്പ്ലിറ്റ്. കൺസോൾട്ടേഷൻ നേരെ തിരിച്ചാണ്, അതായത് റിവേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ആണ്. ലോവർ ഫേസ് വാല്യൂ വേണ്ട, നമ്മൾ ഹയർ ഫേസ് വാല്യൂവിൽ തന്നെ 10-ൽ തന്നെ പോകുന്നു. ക്ലിയർ ആണോ? രണ്ട് കേസിലും ടോട്ടൽ ഷെയർ ക്യാപിറ്റലിന് മാറ്റം വരുന്നില്ല. അപ്പൊ നമുക്കിനി നമ്മുടെ ആൻസറിലേക്ക് ഒന്ന് പോവാം. ആൻസർ ഏതാണെന്നൊന്ന് നോക്കാം. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്യാൻ തന്നെ പറ്റും. നമ്മൾ സബ് ഡിവിഷനും കൺസോൾട്ടേഷനും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് ഈ 4 സ്റ്റേറ്റ്മെന്റിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഏതാണ്? സബ് ഡിവിഷൻ ഓഫ് ഷെയർസ് മീൻസ് കൺവേർട്ടിംഗ് ലാർജ് ഡിനോമിനേറ്റഡ് ഷെയർസ് ഇൻറ്റു സ്മോൾ ഡിനോമിനേറ്റഡ് ഷെയർ. നമ്മുടെ എക്സാമ്പിൾ ഓർത്തെ, നമ്മൾ എന്തായിരുന്നു പറഞ്ഞ? സബ് ഡിവിഷനില് 10 രൂപയുള്ള ഫേസ് വാല്യൂ ഉള്ള ഷെയറിനെ നമ്മൾ എത്ര ആക്കി മാറ്റുവാണ്? 5 ആക്കി മാറ്റുകയാണ്. നോക്കിക്കേ, സബ് ഡിവിഷൻ ഓഫ് ഷെയർസ് മീൻസ് കൺവേർട്ടിംഗ് ലാർജ് ഡിനോമിനേറ്റഡ് ഷെയർസ് ഇൻറ്റു സ്മോൾ ഡിനോമിനേറ്റഡ് ഷെയർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. അണ്ടർ സബ് ഡിവിഷൻ ഓഫ് ഷെയർ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് വിൽ ഡിക്രീസ് വിത്തൗട്ട് ഡിക്രീസ് ഇൻ ദ ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയറിന്റെ എണ്ണം ആദ്യം എത്ര ആയിരുന്നു? ഇക്വിറ്റി ഷെയർ നമ്മുടെ എക്സാമ്പിളില് 10 രൂപ വെച്ച് 1000 ആയിരുന്നു. രണ്ടാമത്തെ കേസ്, അതായത് നമ്മൾ സബ് ഡിവിഷൻ ചെയ്തപ്പോഴത്തേക്കും 5 രൂപ ഫേസ് വാല്യൂ ആക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഷെയറിന്റെ എണ്ണം എത്രയായി? 2000 ആയി. ഷെയറിന്റെ എണ്ണം കൂടിയതാണ്. പക്ഷെ ഇവിടെ എന്താ തന്നേക്കുന്നത്? ഷെയറിന്റെ എണ്ണം ഡിക്രീസ് എന്നാണ്. അപ്പൊ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഓപ്ഷൻ ബി ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ സബ് ഡിവിഷനും കൺസോൾട്ടേഷനും അർത്ഥം നന്നായിട്ട് മനസ്സിലാക്കുക. കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാല് ലോവർ ഫേസ് വാല്യൂ കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറുവാണ്? ഹയർ ഫേസ് വാല്യൂ ആയിട്ട് മാറുവാണ്. രണ്ട് കേസിലും ടോട്ടൽ ഷെയർ ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. സബ് ഡിവിഷനില് ഷെയറിന്റെ എണ്ണം കൂടുന്നു. സബ് ഡിവിഷനില് ഷെയറിന്റെ എണ്ണം കൂടുന്നു, നമ്പർ ഓഫ് ഷെയർ കൂടുന്നു, ഫേസ് വാല്യൂ കുറയുന്നു. കൺസോൾട്ടേഷനില് ഫേസ് വാല്യൂ കൂടുന്നു, നമ്പർ ഓഫ് ഷെയർ കുറയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻ സിയും ഡിയും നോക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കിട്ടി. ഓപ്ഷൻ ബി ആണ്. കാരണം സബ് ഡിവിഷനില് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ എന്ത് ചെയ്യാണ്? കൂടുവാണ്, ഇൻക്രീസ് ചെയ്യുകയാണ്. ഇവിടെ തന്നേക്കുന്ന അവർ എന്താണ്? ഡിക്രീസ് എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഓപ്ഷൻ സിയും ഡിയും ഒന്ന് നോക്കാം എന്താണെന്ന്. കൺസോൾട്ടേഷൻ ഓഫ് ഷെയർ മീൻസ് കൺവേർട്ടിംഗ് സ്മോൾ ഡിനോമിനേറ്റഡ് ഷെയർസ് ഇൻറ്റു ലാർജ് ഡിനോമിനേറ്റഡ്. ഇല്ലേ? 5 രൂപ ഉള്ള ഫേസ് വാല്യൂ ഉള്ളതിനെ നമ്മൾ എന്താക്കി മാറ്റുവാണ്? 10 രൂപ ഫേസ് വാല്യൂ ആക്കി മാറ്റുന്നതാണ് ഇത് കൺസോൾട്ടേഷൻ. ഷെയർ സ്പ്ലിറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെ റിവേഴ്സ് ആണ് കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ഡിയോ, അണ്ടർ കൺസോൾട്ടേഷൻ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് വിൽ ഡിക്രീസ്. ഇക്വിറ്റി ഷെയർസിന്റെ എണ്ണം കുറയുമല്ലേ? അതായത് 2000 എണ്ണം ഉള്ളത് എത്ര ആയിട്ട് മാറി? 1000 ആയിട്ട് മാറി. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ കുറയുകയാണ്. ഓക്കെ, വിത്തൗട്ട് ഡിക്രീസിന്റെ ഷെയർ ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. 10000 തന്നെയാണ് നമ്മുടെ എക്സാമ്പിളിൽ. ഓക്കെ, ക്ലിയർ ആണ് നിങ്ങൾക്ക്? അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സബ് ഡിവിഷൻ ഓഫ് ഷെയറും കൺസോൾട്ടേഷൻ ഓഫ് ഷെയറും. സബ് ഡിവിഷനില് എന്താ ഓർക്കേണ്ട കാര്യം? സബ് ഡിവിഷനിലായാലും കൺസോൾട്ടേഷനിലായാലും ഷെയർ ക്യാപിറ്റൽ മാറുന്നില്ല. സബ് ഡിവിഷനിൽ എന്ത് ചെയ്യുന്നു? ഫേസ് വാല്യൂ കുറഞ്ഞിട്ട് ഷെയറിന്റെ എണ്ണം കൂടുന്നു, നമ്പർ ഓഫ് ഷെയർ കൂടുന്നു. കൺസോൾട്ടേഷനിലോ, കൺസോൾട്ടേഷനിൽ ഫേസ് വാല്യൂ കൂടിയിട്ട് നമ്പർ ഓഫ് ഷെയർ കുറയുന്നു. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കറണ്ട് അസെറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് ആർ 3 lakh and 1 lakh respectively.
കറണ്ട് അസറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റുപ്പീസ് 60,000. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചേക്കുന്ന റേഷ്യോ എന്താണ്? ക്യുക്ക് റേഷ്യോ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്യുക്ക് റേഷ്യോ ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും തന്നിട്ടുണ്ട്. ഓക്കെ, കറണ്ട് അസറ്റും തന്നിട്ടുണ്ട്, കറണ്ട് ലയബിലിറ്റീസും തന്നിട്ടുണ്ട്. ഈ കറണ്ട് അസറ്റിനകത്ത് പ്രീപെയ്ഡ് എക്സ്പെൻസും ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസും ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട്. അപ്പൊ അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഈ കറണ്ട് അസറ്റിൽ നിന്നും നമുക്ക് മൈനസ് ചെയ്യണം. കറണ്ട് അസറ്റിൽ നിന്നും പ്രീപെയ്ഡ് എക്സ്പെൻസും ക്ലോസിംഗ് സ്റ്റോക്കും കുറയ്ക്കുമ്പോൾ നമുക്ക് ക്യുക്ക് അസറ്റ് കിട്ടും. ഓക്കെ, മനസ്സിലായോ? കറണ്ട് അസറ്റിൽ നിന്നും ഫിറ്റീഷ്യസ് അസറ്റ് ആയിട്ടുള്ള പ്രീപെയ്ഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലോസിംഗ് സ്റ്റോക്ക് ഒക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ക്യുക്ക് അസറ്റ്. ക്യുക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ് എന്ത്? ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ക്യുക്ക് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞേ, ക്യുക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഓക്കെ, ക്യുക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പൊ ക്യുക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റിൽ നിന്ന് എന്തൊക്കെ കുറയ്ക്കണം? പ്രീപെയ്ഡ് എക്സ്പെൻസും ക്ലോസിംഗ് സ്റ്റോക്കും കുറയ്ക്കണം. അപ്പൊ നമുക്കിവിടെ കറണ്ട് അസറ്റ് എത്രയാണ് തന്നേക്കുന്നത്? ക്വസ്റ്റ്യനിലെ കറണ്ട് അസറ്റ് 3 lakh ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് 40,000ഉം ക്ലോസിംഗ് സ്റ്റോക്ക് 60,000ഉം. അതായത് 3 ലക്ഷത്തിന്ന് നമ്മൾ എത്ര രൂപ കുറയ്ക്കണം? 1 ലക്ഷം രൂപ കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 2 lakh കിട്ടുന്നു. അതായത് കറണ്ട് അസറ്റിന്റെ വാല്യൂ എത്ര കിട്ടും? 2 lakh കിട്ടും. കറണ്ട് ലയബിലിറ്റി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. എത്രയാണ്? 1 lakh ആണ് കറണ്ട് ലയബിലിറ്റി. അപ്പം 2 lakh ഡിവൈഡഡ് ബൈ 1 lakh. 2:1 ആണ് എന്ത്? ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തെറ്റിപ്പോവാം. കറണ്ട് അസറ്റ് 3 lakh എടുത്ത് ചെയ്താൽ നമ്മുടെ ഓപ്ഷനിൽ എന്ത് കാണും? 3:1 എന്ന് കാണും. എന്റെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എന്താണ്? 3:1 ആണ്. പക്ഷെ അങ്ങനെ എടുക്കരുത്. ക്യുക്ക് അസറ്റ് കണ്ടുപിടിക്കണം. ക്യുക്ക് അസറ്റ് കണ്ടുപിടിക്കാൻ പ്രീപെയ്ഡ് എക്സ്പെൻസ് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്തു? ലെസ് ചെയ്തു. ഓക്കെ, ഇതെല്ലാം PYQ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ STOയുടെ PYQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ് പറഞ്ഞത്? ക്യുക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ക്യുക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ക്യുക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ക്യുക്ക് അസറ്റ് തന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് എടുക്കാം. നമുക്ക് ക്യുക്ക് അസറ്റ് തന്നിട്ടില്ല. അപ്പൊ അതിൽ നിന്നും നമ്മുടെ കറണ്ട് അസറ്റിൽ നിന്നും നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസുകളും ക്ലോസിംഗ് സ്റ്റോക്കും കുറച്ച് നമുക്ക് കിട്ടിയ വാല്യൂ ആണ് എത്ര? 2 lakh. 2 lakh ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി 1 lakh. ദാറ്റ് ഈസ് 2:1 ആണ് എന്ത്? നമ്മുടെ ക്യുക്ക് റേഷ്യോ. അപ്പൊ ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 2:1. ക്ലിയർ ആയല്ലോ ആ ക്വസ്റ്റ്യൻ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following is not a feature of payback period method? Okay, ക്യാപിറ്റൽ ബജറ്റിംഗ് ടെക്നിക്സ് ഉണ്ട് അല്ലേ? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ് ടെക്നിക്സ് ഉണ്ട്. അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പേ ബാക്ക് പീരീഡിന്റെ ഫീച്ചർ അല്ലാത്തത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. അവിടെ ഒരു നോട്ട് എന്നുണ്ട് അല്ലേ? അതായത് പേ ബാക്ക് പീരീഡ് മെത്തേഡിന്റെ ഫീച്ചർ അല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നമുക്ക് നോക്കാം. It is very difficult to calculate. It is simply a method of cost recovery and not of profitability. Does not consider the time value of money. Does not consider the risk associated with the projects. അപ്പൊ ഇതിൽ ഒരെണ്ണം ഏതോ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതല്ല? പേ ബാക്ക് പീരീഡ് ആയിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പൊ അത് നമുക്ക് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അതിനു മുന്നേ നമുക്ക് നമ്മുടെ റിലേറ്റഡ് ഫാക്ട്സിലേക്ക് ഒന്ന് പോവാം. പേ ബാക്ക് പീരീഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാപിറ്റൽ ബജറ്റിംഗ് ടെക്നിക് ആണ്. പക്ഷെ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക എത്ര നാളുകൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നു, അത്രേ മാത്രമാണ് നോക്കുന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക നമുക്ക് എത്ര നാളുകൊണ്ട് തിരിച്ചു കിട്ടുന്നു, അതാണ് നമ്മൾ പേ ബാക്ക് പീരീഡിൽ നോക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ ബജറ്റിംഗ് ടെക്നിക് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ടൈം റിക്വയർഡ് ഫോർ എ പ്രോജക്ട് ടു റിക്കവർ ഇറ്റ്സ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, അതായത് നമ്മൾ 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, നമുക്ക് ഒരു വർഷം 1 ലക്ഷം രൂപ വീതം കിട്ടുന്നെങ്കിൽ നമുക്ക് എത്ര വർഷം കൊണ്ട് തിരികെ കിട്ടും? 5.
സിമ്പിൾ ആണ്. പേ ബാക്ക് പീരീഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള, അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ ഏറ്റവും എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? പേ ബാക്ക് പീരീഡ് മെത്തേഡ് ആണ്. ഓക്കെ, നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. അതായത് എല്ലാ വർഷവും നമുക്ക് 1 ലക്ഷം രൂപ വീതമാണ് കിട്ടുന്നതെങ്കിൽ, എല്ലാ വർഷത്തെയും ക്യാഷ് ഫ്ലോ സെയിം ആണ് എങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഫ്ലോ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 5 ലക്ഷം. നമുക്ക് ഓരോ വർഷം എത്ര രൂപ വീതമാണ് കിട്ടുന്നത്? 1 ലക്ഷം. അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക നമുക്ക് എത്ര നാളുകൊണ്ട് തിരിച്ചു കിട്ടുന്നു? 5 വർഷം കൊണ്ട് കിട്ടുന്നു. ഏറ്റവും സിമ്പിൾ മെത്തേഡാണ്. അപ്പൊ ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു കാൽക്കുലേറ്റ്, ഇല്ലേ? വലിയ ഡിഫിക്കൽട്ട് ഒന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നു? കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റിക്കല്ല അവിടെ ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. എന്തിനാണ്? ലിക്വിഡിറ്റി പൊസിഷൻ ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ റിസ്കി പ്രോജക്റ്റ്. എ ഷോർട്ടർ പേ ബാക്ക് പീരീഡ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് ലൂസിങ് മണി, അല്ലേ? നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെടുന്ന, നമുക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും റിസ്കി പ്രോജക്ട്സ് ഏതാണ്. അതുപോലെ തന്നെ പ്രോജക്ട്സിനെ കമ്പയർ ചെയ്യാൻ പറ്റും. ഒരിടത്ത് നിക്ഷേപിച്ച 5 വർഷം കൊണ്ട് കിട്ടും, ഒരിടത്ത് നിക്ഷേപിച്ച 10 വർഷം കൊണ്ട് കിട്ടും. നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുന്നു? കമ്പയർ ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നു. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ആണ്. ഫീച്ചർ അല്ലാത്തതാണ്, അല്ലേ? അപ്പം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കാൽക്കുലേറ്റ്, ഇറ്റ് ഈസ് സിമ്പിൾ മെത്തേഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് എത്ര നാളുകൊണ്ട് നമ്മുടെ ക്യാഷ് തിരിച്ചു കിട്ടുന്നു, അതാണ് നമ്മൾ നോക്കുന്നത്. അത് കറക്റ്റ് ആണ്. ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല, അതും കറക്റ്റ് ആണ്. ഡസ് നോട്ട് കൺസിഡർ ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദ പ്രോജക്ട്. റിസ്ക് കൺസിഡർ ചെയ്യുന്നു, നമ്മൾ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞല്ലേ. അപ്പൊ ഇത് 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കാൽക്കുലേറ്റ്. സാധാരണ പേ ബാക്ക് പീരീഡ് ആണ് ഏറ്റവും, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മെത്തേഡിൽ ഏറ്റവും സിമ്പിൾസ്റ്റ് മെത്തേഡ് ഏതാണ്? പേ ബാക്ക് പീരീഡ് മെത്തേഡ് ആണ്. ഓക്കെ, നമ്മളിവിടെ നമുക്ക് ഒരുപാട് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഒക്കെ ഉണ്ട്. നമുക്ക് ഈ ഒരു PYQല് നമ്മൾ ഇത് മാത്രമാണ് ഡിസ്കസ് ചെയ്തേക്കുന്നത്. കൂടുതൽ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ STOയുടെ PYQ സെഷന്റെ ഒരു സീരീസ് ആണ് നമ്മളിപ്പം എടുത്തത്. ഇതിൽ നമ്മൾ എല്ലാ ഏരിയാസും, ഫിനാൻഷ്യൽ മാനേജ്മെന്റും അക്കൗണ്ടിങ്ങും ഒക്കെ നമ്മൾ കവർ ചെയ്തു. ഇപ്പൊ ക്യാഷ് ബുക്ക് എന്നുള്ള ഒരു ഏരിയ, അതുപോലെ തന്നെ എന്താണ് സോൾ ട്രേഡിന്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ, മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ക്യാഷ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സിലെ പേ ബാക്ക് പീരീഡ് മെത്തേഡ്, അതുപോലെ തന്നെ ക്വിക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. താങ്ക് യു.